അല്ല, അദ്ദേഹം സമാധിയായിരുന്നു. നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന് ഈ കോവിലിൽ വരുമായിരുന്നല്ലോ. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുമായിരുന്നു. നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായമനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായമനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല, അത്ര വ്യത്യാസമുള്ള. അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത്, നന്നായിട്ട് തന്നെ ഇരുന്നത്. ശിവന് കൈലാസമത ഈ സത്യസന്ധത കാലില് മാത്രം, അതും ബാക്കില് ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാനാ ഞങ്ങൾ അനുവദിച്ചിട്ട്. അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്, ദിവസം കുളിക്കുന്ന ആളാണ്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന, ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പ് ഞങ്ങളെ കൊല്ലുവാണ്. ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം സത്യമായി ഈശ്വരന്റെ മുമ്പ് ഒരിക്കലും. ആ ഇഞ്ചുറീസിന്റെ തൊട്ട് താഴെ there was no injury to deeper structures including skeleton. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് മരണകാരണമല്ലായിരിക്കാം, പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. അല്ല, അത് ഇവിടെ പറയുന്നു അങ്ങനെയൊന്നുമില്ല, ഒരു കുറവില്ലായിരുന്നു, സുഖമായി നടക്കുമായിരുന്നു. പക്ഷെ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിന് മുന്നേ സംഭവിച്ചത്? അല്ല, there was no injury to deeper structures including skeleton. മുറിവുകൾ ഉണ്ടായിരുന്നു, ശരീരത്തിൽ മുറിപ്പാടുകൾ ഒരിക്കലും പറയരുത്. ആരാ ചോദിക്കണേ? വിഭാഗത്തൊക്കെ ആയിട്ട് ചതവുകളുണ്ട്. പക്ഷെ അത് മരണ കാരണമല്ല, പക്ഷെ ചതവുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചതവുകളെന്നാണ്. ചെവിട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി വിറക് മുറിക്കുന്ന ആളാണ്, തോളിലെടുക്കുന്ന ആളാണ്. ഈ മരം തടിയെടുത്ത് ചുമന്ന് ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം നിലനിർത്തി നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ ആളാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സൈക്കിൾ ചവിട്ടി വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ടു കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് ആണ്. ഒരിക്കലും അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പോലീസ് അന്വേഷിക്കട്ടെ. പിന്നെ മരം വെട്ടാറിന് പിന്നെ എന്തിനു വരില്ല. അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല. പൊന്നുമോളെ, സത്യം ശിവന്റെ നടയില് നിങ്ങള് ഇഷ്ടം കൈലാസം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിലിപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തി മാർഗത്തിലുള്ളതാണ് സമാധി. എത്ര വർഷം കൊണ്ട് അച്ഛൻ ഈ സന്യാസ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് എല്ലാവരെ കൊണ്ടും സമാധി ആകാനായിട്ട് സാധിക്കുകയില്ല. അത് ധ്യാനത്തിൽ ഈ പുള്ളി ഇവിടെ കിടക്കുന്ന സമയത്തും പുള്ളി ഇവിടെ ഉണ്ടാകുന്ന മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒക്കെ ഈ പറയുന്ന ചതവുകളും മുറിവും ഒക്കെ ഇല്ലാത്ത എന്തിനാണ് പറയണത്? പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞേക്കാം, അത് കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അല്ല, ഇനി പോലീസ് അന്വേഷണത്തിലൊക്കെയാണോ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ? അതെല്ലാം നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. കൈലാസം എല്ലാത്തിനും ഞങ്ങളെ സത്യത്തിന് കൂടെ ഉണ്ടായിരുന്നു. അത്ര ഞങ്ങൾ ഇനിയുള്ള അന്വേഷണത്തിനും അവർ സഹകരിക്കും. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിലും പുറത്തു വരട്ടെ. പിന്നെ പിന്നെ ഇല്ലാത്ത വാർത്ത പറഞ്ഞ് ഭഗവാന്റെ മുമ്പ് വിജയിക്കാൻ ആർക്കും സാധിക്കില്ല. സത്യമാണ്, സത്യമാണ് ഇവിടെ വേറൊന്നുമില്ല.